അൽഹംദുലില്ലാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യംഹഖുല്ലാഹു റിബാ വയുർബിസ് സ്വദഖാത്ത് വല്ലാഹു ലാ യുഹിബ്ബു കുല്ല കഫാരിൻ അഥീം. സ്വദഖല്ലാഹുൽ അലിയ്യുൽ അളീം. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ധനം ചെലവഴിക്കുന്നതിനെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം അള്ളാഹു കഴിഞ്ഞ ആയത്തിൽ പലിശയെക്കുറിച്ചാണ് പറഞ്ഞത്. പലിശ വാങ്ങുന്നവർ, ഭക്ഷിക്കുന്നവർ, അല്ലദീന യഅ്കുലൂന റിബ ലാ യഖൂമൂന ഇല്ലാ കമാ യഖൂമുല്ലദീ യതഖബ്ബതുഹു ശൈത്വാനു മിനൽ മസ്. ഷെയ്ത്താൻ്റെ കുത്തുകൊണ്ട് സമനില തെറ്റിയ ആളുകളെപ്പോലെയാണ് അവരെന്ന് അള്ളാഹു പറഞ്ഞു. റിബ എന്നുള്ളത് സ്വതക്കയുടെ നേരെ ഓപ്പോസിറ്റാണ്. അള്ളാഹു സ്വതക്കയാണ് പ്രോത്സാഹിപ്പിക്കുന്നത്, സ്വതക്കയെയാണ് അവൻ വളർത്തുന്നത്. അതുകൊണ്ട് അള്ളാഹു പറയുന്നു യംഹഖുല്ലാഹു റിബ, അള്ളാഹു റിബയെ ക്ഷയിപ്പിക്കുന്നു, തളർത്തുന്നു. വയുർബി സ്വദഖാത്ത്, സ്വതക്കകളെ അവൻ വർദ്ധിപ്പിക്കുന്നു, അതിനെ അവൻ വളർത്തുന്നു. സ്വതക്ക എന്ന് പറയുമ്പോൾ ദാനമായിട്ട് വെറുതെ കൊടുക്കുന്നതും അതുപോലെ കടം കൊടുക്കുന്നതും ഒക്കെ സ്വതക്കയിൽപ്പെടും. കുല്ലു മഅറൂഫിൻ സ്വതക്ക എന്നുള്ളതാണ്. എല്ലാ നല്ല ഉപകാരങ്ങൾക്കും സ്വതക്ക എന്ന് പറയും. അപ്പോൾ സ്വതക്കകളെ അള്ളാഹു വർദ്ധിപ്പിക്കും, അതിനെ അള്ളാഹു വളർത്തും. പക്ഷേ റിബയെ അള്ളാഹു വളർത്തുന്നില്ല. ഇവിടെ ഉദ്ദേശിക്കുന്ന റിബ കടപ്പലിശയാകാം, അതല്ലാത്ത മറ്റ് പലിശകളുമാകാം. കടപ്പലിശ എന്ന് പറയുന്നത് കടം കൊടുക്കുന്ന ആൾക്ക് ഉപകാരം കിട്ടുന്ന എന്തെങ്കിലും നിബന്ധന ആ കടത്തിൽ വെക്കലാണ്. പൊതുവെ വെക്കുന്ന കണ്ടീഷൻ അഥവാ നിബന്ധന കടം കൊടുത്ത എമൗണ്ടിനേക്കാൾ കൂടുതൽ തിരികെ നൽകണമെന്നുള്ളതാണ്. അത് ധനത്തിലെ വർധനവ് ആഗ്രഹിച്ചുകൊണ്ടാണ് ചെയ്യുന്നതെങ്കിൽ അള്ളാഹു അതിനെ വർദ്ധിപ്പിക്കുന്നില്ല. അള്ളാഹു സ്വതക്കയെയാണ് വർദ്ധിപ്പിക്കുന്നത്. ഈ ആയത്തിൽ അള്ളാഹു റിബയുടെ ഓപ്പോസിറ്റായിട്ട് വെച്ചിരിക്കുന്ന സ്വതക്കയാണ്. അതുപോലെ സൂറ റൂമിലായത്തിലും അള്ളാഹു പറഞ്ഞിരിക്കുന്ന അമാത്തൈത്തും മിൻ റിബ ലിതുർബു ഫി അംവാലിന്നാസി ഫലാ യർബു ഇൻദല്ലാഹി വമാ ആത്തൈത്തും മിൻ സകാത്തിൻ തുരീദൂന വജ്ഹല്ലാഹി ഫൗലൈക ഹുമുൽ മുളഇഫൂൻ. അവിടെ റിബയുടെ ഓപ്പോസിറ്റായിട്ട് സകാത്താണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ റിബയുടെ നേരെ വിപരീതം എന്നുള്ളത് സ്വതക്കയാണ്, ദാനധർമ്മമാണ്, അല്ലെങ്കിൽ സകാത്താണ്. റിബയുടെ ഓപ്പോസിറ്റ് കച്ചവടമല്ല. ഇതിന് തൊട്ട് മുമ്പുള്ള ആയത്തിൽ അള്ളാഹു കച്ചവടത്തെയും റിബയെയും ഒന്നിച്ച് പരാമർശിച്ചിട്ടുണ്ട്. റിബ വാങ്ങുന്ന ആളുകൾ അവരുടെ ന്യായമായിട്ട് പറയുന്നുണ്ട് കച്ചവടം പോലെ തന്നെയല്ലേ റിബ എന്നുള്ളത്. അവിടെ അവർ കച്ചവടവും റിബയും സമീകരിച്ചതുകൊണ്ട് അതിൻ്റെ ഓപ്പോസിറ്റായ കാര്യം ശരിയെന്നില്ല. റിബയും കച്ചവടവും നേരെ വിപരീതത്തിൽ നിൽക്കുന്ന കാര്യമല്ല. അള്ളാഹു ഖുർആനിൽ റിബയുടെ ഓപ്പോസിറ്റായിട്ട് പറഞ്ഞിരിക്കുന്നത് സ്വതക്കയാണ്, സക്കാത്തിനെയാണ്. അതുകൊണ്ടാണ് അള്ളാഹു ഇവിടെ പറയുന്നത് യംഹഖുല്ലാഹു റിബ വയുർബി സ്വദഖാത്ത്. അള്ളാഹു റിബയെ തളർത്തുന്നു, സ്വതക്കയെ വളർത്തുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെക്കുറിച്ച് പറഞ്ഞത് ഇന്നല്ലാഹ യഖ്ബലു സ്വദഖ വയഖുദുഹാ ബിയമീനി. അള്ളാഹു സ്വതക്കയെ അവൻ്റെ വലത് കൈകൊണ്ട് സ്വീകരിക്കും. ഫയുറബ്ബിഹാ ലിഅഹദിക്കും കമാ യുറബ്ബി അഹദുക്കും മുഹറ ഹത്ത ഇന്നൽ ലുഖ്മത ലതസീറു മിസ്ല ഉഹദിൻ. നിങ്ങളുടെ ഒരു ഒട്ടകത്തിൻ്റെയോ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു കുതിരയുടെയൊക്കെ കുട്ടികളെ വളർത്തുന്നത് പോലെ എത്രമാത്രം കെയർഫുള്ളിയാണ് അതിനെ വളർത്തി നിങ്ങൾക്ക് വലുതായി കഴിഞ്ഞാൽ ഉപകാരം കിട്ടും എന്നുള്ളതുകൊണ്ട് നിങ്ങൾ വളരെ ശ്രദ്ധയോടെ വളർത്തുന്നത് പോലെ അള്ളാഹു നിങ്ങളുടെ സ്വതക്കകളെ ഇങ്ങനെ വളർത്തും. എന്നിട്ട് ചെറിയൊരു സംഗതിയാണെങ്കിലും അത് ഉഹദ് മലയോളം അള്ളാഹു വളർത്തും. അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു തആല സ്വതക്കകളെ വളർത്തുകയും നേരെ മറിച്ച് റിബയെ അള്ളാഹു ക്ഷയിപ്പിക്കുകയും ചെയ്യും. അതിനെക്കുറിച്ച് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് നിവേദനം ചെയ്യപ്പെട്ട ഒരു ഹദീസിൽ പറയുന്നുണ്ട് ഇന്ന റിബ വൈൻ കസുറ ഫആഖിബത്തുഹു ഇലാ കുല്ലിൻ. റിബ എത്ര വലുതായാലും എത്ര അധികരിച്ചാലും അതിൻ്റെ പര്യവസാനം ഒന്നുമില്ലായ്മയിലാണ്. അതുകൊണ്ട് റിബയിൽ അധിഷ്ഠിതമായ എല്ലാ സംവിധാനങ്ങളും, പലിശ വ്യവസായങ്ങൾ, പലിശ സംവിധാനങ്ങൾ, അത് പലിശ കൊണ്ട് വളരില്ല. ഇപ്പോൾ ബാങ്ക് നമുക്ക് തരുന്ന പലിശ റിബയാണെങ്കിൽ ആ റിബ നമ്മൾ വാങ്ങി ഉപയോഗിക്കാം, തിരിച്ച് ബാങ്കിന് കൊടുത്തു കഴിഞ്ഞാൽ അതുകൊണ്ട് ബാങ്ക് വീണ്ടും വളരുകയാണ് ചെയ്യുന്നത് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ശരിയല്ല. കാരണം പലിശ കൊണ്ട് ഒരു പലിശ സ്ഥാപനവും യഥാർത്ഥത്തിൽ വളരുന്നില്ല. ആ വളർച്ച യഥാർത്ഥ വളർച്ചയല്ല, അതൊരു ക്യാൻസറാണ്. അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞത് അതെത്ര അധികമാണെങ്കിലും ഇന്ന റിബ വൈൻ കസുറ ഫാഖിബത്തുഹു ഇലാ കുല്ലിൻ, അതെത്ര അധികരിച്ചാലും അതിൻ്റെ ആഖിബത്ത് നാശത്തിലാണ്, അതിൻ്റെ പര്യവസാനം ഒന്നുമില്ലായ്മയിലാണ്. അതുകൊണ്ട് പലിശ
വാങ്ങാം, തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പലിശ സംവിധാനം വളരും എന്നുള്ളത് ഒരു നല്ല ന്യായമല്ല. കാരണം പലിശ കൊണ്ട് ആരും വളരില്ല. രണ്ടാമത്തെ വസ്തുത, പലിശ എന്നുള്ളത് നമുക്ക് അവകാശപ്പെട്ടതല്ല. റിബ എന്നുള്ളത് ബാങ്ക് തരുന്നത് റിബയാണെങ്കിൽ അത് നമുക്ക് അവകാശപ്പെട്ടതല്ല. അതുകൊണ്ടത് ബാങ്കിന് നമ്മൾ തിരിച്ചു കൊടുക്കുക അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുക എന്നതൊക്കെ നമ്മുടെ ഒരു തീരുമാനത്തിൽ പെടുന്നതല്ല. അതുകൊണ്ട് ബാങ്കുമായി ബന്ധപ്പെട്ടും മറ്റ് പലിശ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടും നമുക്ക് കിട്ടാവുന്ന പലിശ അത് റിബയാണെങ്കിൽ അത് ഹറാമ് തന്നെയാണ്. എന്നാൽ നമ്മൾ ബാങ്കിലെ പല അക്കൗണ്ടുകളിലും നിക്ഷേപിക്കുന്ന തുകക്ക് ബാങ്ക് നമുക്ക് തരുന്ന ബെനിഫിറ്റ് അത് റിബയാവുകയും ആകാതിരിക്കുകയും ചെയ്യാം. അതുകൊണ്ട് അതിനെക്കുറിച്ച് പണ്ഡിതന്മാർക്ക് വ്യത്യസ്ത അഭിപ്രായങ്ങളുമുണ്ട്. റിബയാണെങ്കിൽ അത് നമുക്ക് വാങ്ങാവുന്നതല്ല. അത് തിരിച്ച് വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ ബാങ്ക് വളരും എന്ന ഒരു ഭയത്താൽ നമ്മളത് വാങ്ങി ഉപയോഗിക്കാനും പാടില്ല. അള്ളാഹു പറയുന്നത് റിബയെ അവൻ വളർത്തുന്നില്ല, അവൻ സ്വതക്കയെ മാത്രമാണ് വളർത്തുന്നത്. ഇവിടെ അള്ളാഹു റിബക്ക് ഓപ്പോസിറ്റായിട്ട് സ്വതക്കയാണ് വെച്ചിരിക്കുന്നത്. തുടർന്ന് അള്ളാഹു പറയുന്നു, അള്ളാഹു ലാ യുഹിബ്ബു കുല്ല കഫാരിൻ അഥീം. അള്ളാഹു കഫാറായ അഥീമായ ആരെയും ഇഷ്ടപ്പെടുന്നില്ല. കഫാർ എന്ന് പറഞ്ഞാൽ നന്ദി കെട്ടവനെന്നാണ്. അഥീമിൻ്റെ ഒറിജിനൽ അർത്ഥം വീഴ്ച വരുത്തുന്നവനെന്നാണ്. മറ്റുള്ള ആളുകളുടെ അവകാശങ്ങൾ അപഹരിക്കുന്ന ആളെന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. മറ്റുള്ള ആളുകളുടെ ധനം അപഹരിക്കുന്ന ആൾ. അള്ളാഹു നൽകിയ നിഅമത്തിന് ശുക്ർ ചെയ്യാതെ, അതിനെ റെക്കഗ്നൈസ് ചെയ്യാതെ മറ്റുള്ള ആളുകളുടെ ധനം കൂടെ അപഹരിക്കുന്ന അത്ര മ്ലേച്ഛമായ കാര്യങ്ങൾ ചെയ്യുന്ന ആരെയും അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല. ഇന്നല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി വഅഖാമുസ്സലാ വആത്തുസ്സക ലഹും അജ്റുഹും ഇൻദ റബ്ബിഹിം വലാ ഖൗഫുൻ അലൈഹിം വലാഹും യഹ്സനൂൻ. നിശ്ചയം ഈമാനുള്ളവരും അമലുസാലിയാത്തുള്ളവരും. അമലുസാലിയാത്തിൻ്റെ 2 കാര്യങ്ങൾ പറഞ്ഞു, അഖാമുസ്സല വആത്തുസ്സക. അള്ളാഹുമായിട്ടുള്ള പ്രാർത്ഥനാ ബന്ധം, സ്വലാത്ത് നിലനിർത്തുക, അതുപോലെ സക്കാത്ത് നൽകുക. മൊത്തം അമലുസാലിയാത്തിനെ 2ആക്കി ചുരുക്കിക്കഴിഞ്ഞാൽ കിട്ടുന്നതാണ് അള്ളാഹുവോടുള്ള പ്രാർത്ഥനയും അതുപോലെ അള്ളാഹുവിൻ്റെ പ്രീതിക്ക് വേണ്ടി ധനം ചെലവഴിക്കുന്നതും. അങ്ങനെ ചെയ്യുന്ന ആളുകൾക്ക് അള്ളാഹുവിങ്കിൽ അജ്റുണ്ട്. അവർ ഭയപ്പെടേണ്ടയില്ല, അവർ ദുഃഖിക്കേണ്ടി വരികയുമില്ല. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാ വദറൂ മാ ബഖിയ മിന റിബ ഇൻ കുന്തും മുഅ്മിനീൻ. ഈമാനുള്ള ആളുകളെ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം. വദറൂ മാ ബഖിയ മിന റിബ, റിബയിൽ ബാക്കിയുള്ളതൊക്കെ നിങ്ങൾ ഒഴിവാക്കണം. ഇൻ കുന്തും മുഅ്മിനീൻ, നിങ്ങൾ ഈമാനുള്ളവരാണെങ്കിൽ. നിങ്ങൾ നേരത്തെ ചെയ്ത ഇടപാടിൽ നിങ്ങൾക്ക് കിട്ടാനുള്ള പലിശകളുണ്ടെങ്കിൽ അത് നിങ്ങൾ ഒഴിവാക്കണം എന്നാണ് അള്ളാഹു പറയുന്നത്. ഇനി നിങ്ങൾ അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ ഫഇല്ലം തഫഅലു ഫഅ്ദനു ബിഹർബിൻ മിനല്ലാഹി വ റസൂലി, അള്ളാഹുവിൽ നിന്നും അവൻ്റെ റസൂലിൽ നിന്നുമുള്ള യുദ്ധപ്രഖ്യാപനം അറിഞ്ഞുകൊള്ളുക എന്നാണ് അള്ളാഹു പറയുന്നത്. അങ്ങനെ ചെയ്യാത്ത ആളുകളെ അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല. വല്ലാഹു ലാ യുഹിബ്ബു കുല്ല കഫാരിൻ അഥീം. കഫാറായ അഥീമായ ആരെയും അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ പലിശയിൽ നിന്ന് വിട്ടു നിൽക്കുന്നില്ലെങ്കിൽ അള്ളാഹു അവരെ ഇഷ്ടപ്പെടുന്നില്ല. അള്ളാഹു അവരുടെ മിത്രമല്ല, വലിയല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിൽ അള്ളാഹു പറഞ്ഞതായിട്ട് പറയുന്നുണ്ട്, ആരെങ്കിലും എൻ്റെ വലിയനോട് ശത്രുതയുണ്ടെങ്കിൽ അവനോട് ഞാൻ യുദ്ധം പ്രഖ്യാപിക്കുന്നു. അതുപോലെയാണ് ഇവിടെ പറയുന്നത്, അവരോട് അള്ളാഹുവും റസൂലും യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു. അള്ളാഹുവും റസൂലും അവരുടെ എതിർപക്ഷത്താണ്. അതുകൊണ്ട് നിങ്ങൾ മടങ്ങുകയാണെങ്കിൽ ഫൈൻ തുബുത്തും ഫലക്കും റുഊസു അംവാലിക്കും, നിങ്ങൾക്ക് നിങ്ങൾ നൽകിയ ധനത്തിൻ്റെ ക്യാപിറ്റലുണ്ട്. റുഊസു അംവാലിക്കും, അതിൻ്റെ മൂലധനം നിങ്ങൾക്കുണ്ട്. പലിശ നിങ്ങൾക്ക് വാങ്ങാവതല്ല. ലാ തുദ്ലിമൂന വലാ തുദ്ലമൂൻ, നിങ്ങൾ അക്രമം ചെയ്യരുത്, അക്രമത്തിന് ഇരയാകാനും പാടില്ല. അതായത് നിങ്ങൾ പലിശ വാങ്ങാനും പാടില്ല, പലിശ നിങ്ങൾ കൊടുക്കാനും പാടില്ല. പലിശയുമായി ബന്ധപ്പെട്ട ആയത്താണ് ഖുർആനിൽ അവസാനമായിട്ട് അവതരിച്ച ആയത്ത് എന്ന് ഉമർ റളിയല്ലാഹു അൻഹുവും അതുപോലെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവും ഒക്കെ പറഞ്ഞതായിട്ട് റിവായത്ത് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇമാം ബുഖാരി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്നും ഉദ്ധരിച്ച ആയത്തിൽ പറയുന്നുണ്ട്, ആഖിറു ആയത്തിൻ നസലത്ത് ആയത്തുർ റിബ, ഏറ്റവും അവസാനം ഇറങ്ങിയ ആയത്ത് റിബയുടെ ആയത്താണ് എന്ന് പറയുന്നുണ്ട്. അതുപോലെ ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്നും ബൈഹഖി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലുണ്ട്, അവസാനം ഇറങ്ങിയ ആയത്ത് റിബയെക്കുറിച്ചുള്ള ആയത്താണ്. അള്ളാഹുവിൻ്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിടവാങ്ങൽ പ്രഭാഷണത്തിലും അവിടുന്ന് റിബയെക്കുറിച്ച് പറഞ്ഞു. റിബയെ നിരോധിച്ചുകൊണ്ട് പ്രഖ്യാപനം നടത്തിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആദ്യമായിട്ട് എഴുതിത്തള്ളുന്നത് അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന് കിട്ടാനുള്ള എല്ലാ പലിശയുമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിടവാങ്ങൽ പ്രഭാഷണത്തിൽ റസൂൽ അത് പറഞ്ഞു. ആദ്യമായിട്ട് ഞാൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന് കിട്ടാനുള്ള എല്ലാ പലിശയും എഴുതിത്തള്ളിയതായിട്ട് പ്രഖ്യാപിക്കുന്നു എന്ന്. അങ്ങനെ എല്ലാ മുഅ്മിനുകളുടെയും റിബ എഴുതിത്തള്ളിയതായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ
വിടവാങ്ങൽ പ്രഭാഷണം നടക്കുന്നത്. അതുകൊണ്ട് അവസാനമിറങ്ങിയ ആയത്തിൽപ്പെട്ടതാണ് ആയത്തുർ റിബ. എന്നാൽ ഭൂരിപക്ഷം ആളുകളും പറഞ്ഞിരിക്കുന്നത് അവസാനമിറങ്ങിയിരിക്കുന്ന ആയത്ത് ഇതിന് ശേഷം വരുന്ന 281 ആയത്താണ് എന്നാണ്. അള്ളാഹു പറയുന്നു, നിങ്ങൾ പലിശയിൽ നിന്ന് വിരമിക്കുന്നില്ലെങ്കിൽ അള്ളാഹുവിൻ്റെയും പ്രവാചകൻ്റെയും യുദ്ധപ്രഖ്യാപനം സ്വീകരിച്ചുകൊള്ളൂ. അതിനുശേഷം അള്ളാഹു പറയുന്നത് വൈൻകാന ദു ഉസ്റത്തിൻ ഫനദീറത്തുൻ ഇലാ മൈസറ. ഇനി കടക്കാരന് പ്രയാസമുള്ള ആളാണെങ്കിൽ ഫനദീറത്തുൻ ഇലാ മൈസറ, ഒരു സാവകാശം കിട്ടുന്നത് വരെ ഒരവധി കൊടുക്കണം. കടം വാങ്ങുകയാണെങ്കിൽ കടം വാങ്ങിയ ആൾക്ക് അല്ലെങ്കിൽ നിങ്ങൾ കടം നൽകിയ ആൾക്ക് പ്രയാസമുണ്ടെങ്കിൽ അയാൾക്ക് ഒരു എളുപ്പം കിട്ടുന്നത് വരെ അവധി നൽകണം. വൈൻ തൊസദ്ദക്കു ഖൈറുല്ലക്കും, നിങ്ങൾ സ്വതക്ക ചെയ്യുന്നതാണ് ഖൈർ, ഇൻകുന്തും താലമോൻ, നിങ്ങൾ അറിയുന്നവരാണെങ്കിൽ. അങ്ങനെ പ്രയാസപ്പെടുന്ന ആളുകൾക്ക് അവരോട് തിരിച്ചു വാങ്ങാതെ വിട്ടുകൊടുക്കലാണ് ഖൈർ എന്നാണ് ഉദ്ദേശിക്കുന്നത്. വെറുതെ കൊടുക്കുന്ന ദാനമാണോ കടമായിട്ട് കൊടുക്കുന്നതാണോ ഉത്തമം എന്ന കാര്യത്തിൽ പണ്ഡിതന്മാർക്ക് വ്യത്യസ്ത അഭിപ്രായമുണ്ട്. പക്ഷേ ഇവിടെ ഉദ്ദേശിക്കുന്നത് കടക്കാരന് വിട്ടുകൊടുക്കുന്ന കാര്യമാണ്. കടക്കാരന് ഒന്നുകിൽ അവധി നീട്ടിക്കൊടുക്കുക, അല്ലെങ്കിൽ ആ കടം വിട്ട് ദാനമായിട്ട് കൊടുക്കുക. കടം ചോദിച്ചു കഴിഞ്ഞാൽ കൊടുക്കുന്നതാണ് വെറുതെ ദാനമായിട്ട് കൊടുക്കുന്നതിനേക്കാൾ പുണ്യകരമെന്നാണ് പല പണ്ഡിതന്മാരും പറഞ്ഞിരിക്കുന്നത്. കാരണം കടം ചോദിക്കുന്ന ആൾ ആവശ്യം കൊണ്ട് ചോദിക്കുകയാണ്. ദാനമായിട്ട് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ നമ്മളൊരു സൗകര്യത്തിനനുസരിച്ച് നമ്മളൊരാൾക്ക് കൊടുക്കുകയാണ്. അത് കിട്ടുന്ന ആൾക്ക് ചിലപ്പോൾ അത്യാവശ്യമായിരിക്കണമെന്നില്ല. പക്ഷേ കടത്തിൻ്റെ കാര്യം അങ്ങനെയല്ല. ഒരാൾ കടം ചോദിക്കുകയാണെങ്കിൽ വളരെ പ്രയാസപ്പെടുന്നത് കൊണ്ടായിരിക്കാം കടം ചോദിക്കുന്നത്. അതുകൊണ്ട് കടം കൊടുക്കൽ ഒരാളുടെ പ്രയാസം നീക്കലാണ്. അതുകൊണ്ട് അതാണ് ഏറ്റവും പുണ്യകരം എന്ന് പല പണ്ഡിതന്മാരും പറഞ്ഞിട്ടുണ്ട്. ഇബ്നു മസൂദ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിലുണ്ട്, ഖർളു മറത്തൈനി യഅദിലു സദഖത്ത മറത്തിൻ, 2 തവണ കടം കൊടുക്കുന്നത് 1 തവണ സ്വതക്ക ചെയ്യുന്നതിന് തുല്യമാണ് എന്ന്. അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രയാസമുള്ള ആളുകൾക്ക് പ്രയാസം നീക്കിക്കൊടുത്തു കഴിഞ്ഞാൽ ഖിയാമത്ത് നാളിൽ അവരുടെ പ്രയാസം അള്ളാഹു നീക്കിക്കൊടുക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അബൂ ഖതാദ അൽ അൻസാരി റളിയല്ലാഹു അൻഹു ഈ കാര്യം പറഞ്ഞുകൊണ്ട് കരയുന്ന ഒരു സന്ദർഭം ഹദീസുകളിൽ കാണാം. അദ്ദേഹം ഒരാൾക്ക് കടം കൊടുത്തിരുന്നു. ഈ കടം കൊടുത്ത ആൾ ഇദ്ദേഹം പോകുമ്പോൾ, അബൂ ഖതാദ അൽ അൻസാരി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ കാണാൻ പോകുമ്പോഴൊക്കെ അവിടെ നിന്ന് മുങ്ങും. അങ്ങനെ ഒരിക്കൽ കണ്ടുമുട്ടിയപ്പോൾ അയാൾ പറഞ്ഞു, ഞാൻ വളരെ പ്രയാസത്തിലാണ് എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ അബൂ ഖതാദ അൽ അൻസാരി റളിയല്ലാഹു അൻഹു കരഞ്ഞു. അദ്ദേഹം പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, പ്രയാസമുള്ള ആൾക്ക് അവരുടെ പ്രയാസം നീക്കി കൊടുക്കുകയാണെങ്കിൽ ഖിയാമത്ത് നാളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ പ്രയാസവും നീക്കിത്തരും. അതുകൊണ്ട് കടം കൊടുക്കുന്ന ആൾക്ക് പ്രയാസമുണ്ടെങ്കിൽ നിങ്ങൾ അവധി നീട്ടിക്കൊടുക്കണം. നിങ്ങൾ സ്വതക്ക ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്, ഇൻകുന്തും തഅലമൂൻ, നിങ്ങൾ അറിയുന്നുവെങ്കിൽ. വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിലേക്ക് മടക്കപ്പെടുന്ന ദിനത്തെക്കുറിച്ച് കോൺഷ്യസ് ആകണം. സുമ്മ തുവഫാ കുല്ലു നഫ്സിൻ മാ കസബത്ത് വഹും ലാ യുദ്ലമൂൻ, ഓരോ ആൾക്കും അവർ പ്രവർത്തിച്ചതിൻ്റെ ഫലം പൂർണ്ണമായിട്ട് നൽകപ്പെടുന്നതാണ്. അവരോട് ഒട്ടും അനീതി കാണിക്കപ്പെടുകയില്ല. വഹും ലാ യുദ്ലമൂൻ, അങ്ങനത്തെ ഒരു ദിനത്തെക്കുറിച്ച് നിങ്ങൾ കോൺഷ്യസ് ആകണം. ആ ദിനത്തിൽ ജനങ്ങളുടെ പ്രയാസം നീക്കിയ ആളുകൾക്ക് അള്ളാഹു അവൻ്റെ അർഷിൻ്റെ തണൽ നൽകുമെന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിരിക്കുന്നു. ഇതിനു ശേഷമുള്ള ആയത്ത് ആയത്തുദ്ദൈൻ എന്നറിയപ്പെടുന്ന ഖുർആനിലെ ഏറ്റവും വലിയ ആയത്താണ്. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമുക്കത് വിശദീകരിക്കാം. വാഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.